എളുപ്പത്തിൽ നമുക്ക് ചായക്കൊക്കെ കഴിക്കുന്നത് കേക്ക് റെഡിയാക്കി എടുത്താലോ. അപ്പം ഇതിനാവശ്യമായിട്ടുള്ളത് മൈദയും മുട്ടയും മാത്രമാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മൈദ എടുത്ത് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും അതുപോലെ കുറച്ച് കളർ പൊടിയും ചേർത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. നമ്മൾ 3 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാരയും 2 കഷ്ണം ഏലക്കയും ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം വെള്ളമായി പോവരുത്. ഒരു കേക്കിൻ്റെ ഒക്കെ ബാറ്ററിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വാനില എസൻസും അതുപോലെ കാണാൻ കുറച്ച് ഭംഗിക്ക് കുറച്ച് എള്ളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കുക, റെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അതിലാട്ടം ഉണ്ടാക്കണേ. അപ്പം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്ത് അധികം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണ പോലെ വെളിച്ചെണ്ണയൊന്നും ഓവറായിട്ട് വേണ്ട, ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി. അതിനുശേഷം വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒരു ഭാഗം റെഡിയായി കഴിയുമ്പോൾ അത് മറച്ചിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ മാവ് കഴിയുന്നത് വരെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ കഴിയുന്ന പരിപാടിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.